ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതിനെ കുറിച്ചാണ്. പല ദൈവമക്കളുടെയും മനസ്സിൽ ദൈവവചനം കേൾക്കുന്നതിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: വചനം കേൾക്കുന്നത് കൊണ്ട് ആത്മീയമായി ചില നേട്ടങ്ങളുണ്ട്, വചനം കേൾക്കുന്നത് കൊണ്ട് ആത്മാവിന് ചില ഉപകാരങ്ങളുണ്ട്, ശരീരത്തിന് കാര്യമായ പ്രയോജനമൊന്നുമില്ല. വചനം കേൾക്കുന്നത് കൊണ്ട് ആത്മാവിന് പ്രയോജനമുണ്ട്, ശരീരത്തിന് കാര്യമായ പ്രയോജനമില്ല. എന്നാൽ അത് ദൈവവചന വിപരീതമായ ഒരു ചിന്തയാണ്. ദൈവവചനം ഒരു വ്യക്തി ഹൃദയപൂർവം കേട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗപീഠകൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ വിട്ടുപോകുമെന്നും ദൈവവചനം ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ഔഷധമായി മാറുമെന്നും ദൈവത്തിന്റെ വചനം നമുക്കായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്: കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ദൈവവചനത്തിന്റെ ഒരു സ്വഭാവമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുക എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായത് അച്ഛൻ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിൽ പങ്കെടുക്കാൻ ദൂരെ നിലമ്പൂർ പ്രദേശത്ത് നിന്ന് ഒരു ദൈവ പൈതൽ വന്നിട്ടുണ്ട്. ധ്യാനം ആദ്യ ദിവസം പിന്നിട്ടു, 2-ാമത്തെ ദിവസം പിന്നിട്ടു, 3-ാമത്തെ ദിവസം പിന്നിട്ടു. ധ്യാനം അങ്ങനെ വളരെ അഭിഷേകത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 3-ാം ദിനമായിട്ടും യാതൊരു അനുഭവമില്ലാതെ ഒരു ദൈവ പൈതൽ ധ്യാനകേന്ദ്രത്തിലൂടെ നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ സഹോദരിയെ വിളിച്ചു. സഹോദരിയോട് ചോദിച്ചു: സഹോദരി പോലുള്ള മറ്റുള്ള എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ധ്യാനം കൂടുന്നു, നന്നായി വചനം കേൾക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു. സഹോദരിക്ക് മാത്രം എന്താ നന്നായി പ്രാർത്ഥിച്ചാൽ ധ്യാനം കൂടിയാൽ എന്താ സഹോദരി ശരിക്കും ധ്യാനം കൂടാത്തത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു: അച്ചോ, എനിക്ക് ധ്യാനം കൂടാൻ പറ്റൂല. എനിക്ക് ദൈവത്തിലും വിശ്വാസമില്ല, മനുഷ്യരിലും വിശ്വാസമില്ല. ആ സഹോദരി പറഞ്ഞു: ഞാൻ 2 വർഷമായി ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളൊരു വ്യക്തിയാണ്. എടക്കര പ്രശാന്തി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് ചികിത്സിച്ചു, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് ചികിത്സിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നെ കൊണ്ട് ചികിത്സിച്ചു. ഒരുപാട് കാലഘട്ടങ്ങൾ ചികിത്സയുടെ കാലഘട്ടങ്ങളായിരുന്നു. പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് ചികിത്സിച്ചു. അവസാനം ഡോക്ടർമാർ പറഞ്ഞു: ഇത് പെട്ടെന്ന് മാറിപ്പോകില്ല, പതുക്കെ മാറുള്ളൂ, അതുകൊണ്ട് മാറണം നിർബന്ധം പിടിക്കണ്ട. എനിക്ക് ഡോക്ടർമാരുള്ള വിശ്വാസം കുറഞ്ഞു, എനിക്ക് മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ധ്യാനം കൂടിയാൽ മാറുമെന്ന്, പ്രാർത്ഥിച്ചാൽ മാറുമെന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി പോയി. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി 5 ദിവസം ധ്യാനം കൂടിയെങ്കിലും ഞാൻ വചനമൊന്നും ശരിക്കും കേട്ടില്ല. എന്റെ ചിന്ത മുഴുവനും എന്റെ ബ്ലീഡിങ്ങിന്റെ അസുഖത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വേദന പറഞ്ഞ ചിന്തകളുമായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞിട്ടും എനിക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു പ്രാർത്ഥനക്കാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ എന്റെ നാട്ടിലൂടെ വന്ന ശക്തിയുള്ള പ്രാർത്ഥനക്കാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ടും എന്റെ രോഗം പോയില്ല. ദൈവത്തിലുള്ള വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കിപ്പോ മനുഷ്യനുള്ള വിശ്വാസമില്ല, എനിക്കിപ്പോ ദൈവത്തിലും വിശ്വാസമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത്? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ദൈവം ഉണ്ടെന്ന്, ഇവിടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുക. എനിക്കും ഇവിടെ വരാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് 3 ദിവസമായല്ലോ, എന്തെങ്കിലും വചനം വല്ല ശ്രദ്ധിച്ചോ? സഹോദരി പറഞ്ഞു, 3 ദിവസമായി ഇന്ന് വരെ ഒരു വചനവും എന്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലാണ് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരിയുടെ രോഗ സൗഖ്യം സഹോദരി ആഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ സഹോദരി പറഞ്ഞു, തീർച്ചയായും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ഈ രോഗം ഒന്ന് മാറിക്കിട്ടണം. എന്റെ 2 വർഷം പഴക്കമുള്ള ബ്ലീഡിങ്ങിന്റെ ഈ അസുഖം ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരിയുടെ രോഗശാന്തി സഹോദരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരി ധ്യാനകേന്ദ്രത്തിൽ ഒതുങ്ങിയിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കണം.
ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് അധരങ്ങൾ കൊണ്ട് പറയണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്റെ മകനെ, നീ എന്റെ വാക്കുകൾക്ക് ചെവി തരിക, എന്റെ മൊഴികളിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. നമ്മുടെ ബാഹ്യമായ ഈ കണ്ണുകൾക്ക് അപ്പുറത്ത് ഉള്ളിൽ നമുക്കൊരു ദൃഷ്ടിയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കേൾക്കുന്ന വചനങ്ങളെ ഓർക്കണമെന്നും ഓർക്കുന്ന വചനങ്ങളെ ദൃഷ്ടിപഥത്തിൽ കൊണ്ടുവരണമെന്നും ആ വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിടണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. ഇന്ന് അനേകരുടെ ഹൃദയങ്ങളിൽ, അനേകരുടെ ദൃഷ്ടിപഥങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇല്ല. കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന പാടെ വിട്ടുകളയുന്നു. അനേകരുടെ ദൃഷ്ടിപഥങ്ങളിൽ ഇരിക്കുന്നത് അവനവന്റെ പ്രശ്നങ്ങളാണ്, അവനവന്റെ ദുഃഖങ്ങളാണ്, അവനവന്റെ വേദനകളാണ്, രോഗങ്ങളെക്കുറിച്ചുള്ള ആകുലതകളാണ്. ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരിയുടെ ദൃഷ്ടി പതിരിക്കുന്ന ബ്ലീഡിംഗ് എന്ന അസുഖം എടുത്ത് മാറ്റ്. സഹോദരിയുടെ ദൃഷ്ടി പതിരിക്കുന്ന മറ്റു പല പാപചിന്തകൾ മാറ്റ്. സഹോദരിയുടെ ദൃഷ്ടി പതിരിക്കുന്ന മറ്റു പലതരത്തിലുള്ള ലോകത്തിന്റെ ചിന്തകൾ മാറ്റ്. സഹോദരിയുടെ ദൃഷ്ടിപഥത്തിൽ ദൈവവചനം തെളിഞ്ഞു വരട്ടെ. സഹോദരിയുടെ ദൃഷ്ടിപഥത്തിൽ ദൈവവചനം തെളിഞ്ഞു വരട്ടെ. വീണ്ടും ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു, അവ നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിക്കാൻ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്. നെല്ല് കിട്ടിയാൽ പത്തായത്തിൽ കൊണ്ട് സൂക്ഷിക്കും, പണം കിട്ടിയാൽ പണപ്പെട്ടി കൊണ്ട് സൂക്ഷിക്കും, അറിവ് കിട്ടിയാൽ അത് ബുദ്ധിയിൽ സൂക്ഷിക്കും. അനേകം ദൈവമക്കൾ ദൈവവചനം കേൾക്കാൻ വരുമ്പോൾ അവരുടെ ഹൃദയത്തിലല്ല അവര് ദൈവവചനം സ്വീകരിക്കുന്നത്, അവരുടെ ബുദ്ധിയിൽ അവർ ദൈവവചനം കേൾക്കുന്നു, ബുദ്ധിയിൽ അവർ ദൈവവചനം സ്വീകരിക്കുന്നു. ബുദ്ധിയിൽ ഒരു വ്യക്തി ദൈവവചനം സ്വീകരിച്ചാൽ അവൻ ദൈവവചനത്തിന് രുചി അറിയുകയില്ല. ബുദ്ധിയിലാണ് ഞാനും നിങ്ങളും ദൈവവചനം സ്വീകരിക്കുന്നതെങ്കിൽ ദൈവവചനത്തിന്റെ മാധുര്യം, ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ മഹത്വം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളെ തൊട്ടനുഭവിക്കുകയില്ല. ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും വാദപ്രതിവാദത്തിനും മറ്റു പലതരത്തിലുള്ള തർക്കങ്ങൾക്കും ഉപകരിച്ചേക്കാം. വിശ്വാസമുള്ളത് മങ്ങിപ്പോകാൻ ഒരുപക്ഷെ ബുദ്ധിയിൽ വചനം സ്വീകരിക്കുന്ന കാരണമായി എന്ന് വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അങ്ങനെയെങ്കിൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമായി മാറും. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ, കേൾക്കുന്ന വചനം, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം, പ്രിയ ദൈവപൈതലേ, നിന്റെ ഹൃദയത്തിൽ നീ ഇപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് നീ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നൊരു വചനം ആ വ്യക്തിക്ക് ജീവനായി രൂപാന്തരപ്പെടും. ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നൊരു വചനം ആ വ്യക്തിക്ക് ഔഷധമായി രൂപാന്തരപ്പെടും. ഇറ്റ് ഈസ് മെഡിസിനൽ ടു ഓൾ യുവർ ഹെൽത്ത്. നിന്റെ മുഴുവൻ ശരീരത്തിനും ഇത് ഔഷധമാണ്. നിന്റെ ശരീരം ക്യാൻസർ പിടിച്ചിരിക്കുന്ന ശരീരമാണോ? നിന്റെ ശരീരം രോഗാതുരമാണോ? നിന്റെ ശരീരത്തിൽ അൾസർ രോഗങ്ങളാണോ? നിന്റെ ശരീരത്തിൽ എയ്ഡ്സ് രോഗമാണോ? നിന്റെ ശരീരത്തിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളാണോ? കരൾ സംബന്ധമായ രോഗങ്ങളാണോ? ശരീരത്തിൽ നീരാണോ? നീ ഏതു തരത്തിലുള്ള രോഗപ്പീഠ നീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ജന്മന ഉള്ള രോഗമാകട്ടെ, ജനിച്ചതിന് ശേഷം വന്ന രോഗമാകട്ടെ, ഇപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാകട്ടെ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇനി ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച രോഗമാകട്ടെ, നീ ഏതു തരത്തിലുള്ള രോഗപ്പെടുകയിരുന്നാലും നീ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ നിന്റെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ സ്വീകരിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, നീ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന വചനം നിനക്ക് ജീവനും സൗഖ്യവുമായി രൂപാന്തരപ്പെടും. അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. ഈ വചനം ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു. സഹോദരി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ വചനം കേൾക്കാം, എനിക്ക് വചനം കേൾക്കണം, കാരണം എനിക്ക് എന്റെ രോഗപീഠ വിട്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സഹോദരി വചന ക്ലാസ്സിലേക്ക് പോയി, വചന കേന്ദ്രത്തിലേക്ക് പോയി വചനം കേൾക്കാൻ വേണ്ടി തുടങ്ങി.
ആ ദിവസം സായാഹ്നം ഞാൻ സഹോദരി വീണ്ടും വിളിച്ചു. സഹോദരിയോട് ചോദിച്ചു, സഹോദരിക്ക് എന്തെങ്കിലും വചനം മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? സഹോദരി പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം മുഴുവൻ ഞാൻ വചനം കേട്ടു. എന്റെ ഹൃദയത്തിൽ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം തങ്ങി നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും പറയുന്നു, ഉറക്കെ പറയുന്നു, കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അല്പം കൂടെ ഉറക്കെ പറഞ്ഞേ, കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. സഹോദരിക്ക് ഒരു ദിവസം മുഴുവൻ വചനം കേട്ടപ്പോൾ, നിരവധി വചനങ്ങൾ കേട്ടെങ്കിലും ഒരു വചനം ആ സഹോദരിയുടെ ഹൃദയത്തിൽ തങ്ങി നിന്നു. കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. സങ്കീർത്തനം 37:7. സഹോദരി ആ വചനങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ പറയും, വീണ്ടും പറയും, ആവർത്തിച്ച് സമയം കിട്ടുമ്പോഴെല്ലാം സഹോദരി ഹൃദയത്തിൽ സ്പർശിച്ച ആ വചനത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും പിറ്റേ ദിവസമായി ദൈവവചനത്തിന്റെ പ്രഘോഷണങ്ങൾ തുടരെ നടന്നുകൊണ്ടിരുന്നു. വചന പ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വചനം കൂടെ ആ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചു. അപ്പസ്തോല പ്രവർത്തനം 16:31. അപ്പസ്തോല പ്രവർത്തനം 16:31 ഇപ്രകാരമാണ് സഹോദരിക്ക് ബോധ്യം നൽകിയത്: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർക്ക് പറയാം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനവും സഹോദരി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അപ്പൊ 2 വചനങ്ങൾ ആ സഹോദരിയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ഈ വചനങ്ങൾ ആ സഹോദരിയുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരത്തിൽ ഓരോ മേഖലകളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഈ വചനങ്ങൾ ആവർത്തിച്ച് സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 2 വചനങ്ങൾ ആവർത്തിച്ച് ഉള്ളുകൊണ്ട് സ്വീകരിച്ച്, ഹൃദയത്തിൽ ഉൾക്കൊണ്ട്, അതിനെ സ്നേഹിച്ച്, അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്ന് രാത്രിയായപ്പോഴേക്കും ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടായി. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ സഹോദരിക്ക് ധ്യാനത്തിന് 4-ാം ദിവസം എന്തോ വലിയ തരത്തിലുള്ള ആന്തരികമായ ഒരു വ്യത്യാസം സഹോദരിക്ക് അനുഭവപ്പെട്ടു. ആ സഹോദരി പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വരെ പാപമെന്ന് തോന്നാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയുടെ അന്തരംഗത്തിൽ പാപബോധ്യങ്ങൾ നൽകി പാപമായി വെളിപ്പെടുത്തി കൊടുത്തു. ആ സഹോദരി ഹൃദയപൂർവ്വം കുമ്പസാരക്കൂട്ടിൽ വന്ന് ഹൃദയം നുറുങ്ങി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഓരോ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. നോക്കുക, കല്ലുപോലെ, പാറക്കല്ലുപോലെ, കരിങ്കല്ല് പോലെ ഉറച്ചൊരു ഹൃദയം. ആ ഹൃദയത്തിലേക്ക് 2 വചനം ആത്മാർത്ഥമായി സ്വീകരിച്ച്, ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് ആ വചനത്തെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരിയുടെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ സഹോദരിയുടെ കല്ലുപോലുള്ള ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അനുതാപമില്ലാത്ത ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ദൈവിക ബോധ്യങ്ങളില്ലാത്ത ഹൃദയങ്ങളിൽ ആത്മീയ ബോധ്യങ്ങൾ അങ്കുരിക്കാൻ തുടങ്ങി. ആ സഹോദരി ആ രാത്രിയിൽ, ആ വൈകുന്നേര സായാഹ്നത്തിൽ ഹൃദയപൂർവ്വം, മനസ്സ് അനുതാപം നിറഞ്ഞ അവസ്ഥയിൽ നല്ലൊരു കുമ്പസാരം നടത്തി. ആ സഹോദരി പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ ഇന്നോളം ഞാൻ ദൈവത്തിനല്ല സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇന്നോളം എന്റെ ഹൃദയത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുത്തിരുന്നത് എന്റെ ഭർത്താവിനാണ്. എന്റെ ഭർത്താവ് വിദേശത്ത് ജോലിയിലാണ്. എന്റെ ഭർത്താവ് ഒരു കത്തയച്ചാൽ ഞാൻ ഒരു 400 പ്രാവശ്യമെങ്കിലും ഓരോ ദിവസവും അതെടുത്ത് വായിക്കും. ഞാൻ ഒരു പ്രാവശ്യം വായിക്കും, വീണ്ടും വായിക്കും. അതുതന്നെ ഞാൻ പലതവണ ചെയ്യും. എന്നാൽ എന്റെ വീട്ടിൽ ഒരു ദൈവവചന ഗ്രന്ഥം ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അവിടെ എടുക്കാറില്ല. രാത്രിക്ക് ദൈവവചന ഗ്രന്ഥം വായിക്കില്ല. ഒരിക്കൽ പോലും ഞാൻ ദൈവവചന ഗ്രന്ഥം വായിക്കുന്ന ആളല്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ കത്താണ് എപ്പോഴും വായിച്ച് ശക്തി കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ സഹോദരിക്ക് പാപകരമായ പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടി. ആ സഹോദരി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ചെയ്തത് തെറ്റാണ്. ആ സഹോദരിയുടെ ഉള്ളിൽ ദൈവിക ബോധ്യങ്ങളുണ്ടായി. ദൈവികാരൻ ഈശോയുടെ തന്നെ മുട്ടുകുത്തിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിക്കുന്നത് ആ സഹോദരിയെ അന്തരംഗത്ത് കേട്ടു. ആ സഹോദരിയോട് ചോദിച്ചു, ഇന്ന് നിന്റെ പാപങ്ങളെ നീ ഉപേക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും നീ കാണും. ദൈവത്തിന്റെ ശക്തിയെയും മഹത്വത്തെയും നീ കാണും. ആ സഹോദരി ഹൃദയം കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്റെ പാപങ്ങളും എന്റെ തിന്മകളും ഞാൻ ഉപേക്ഷിക്കാം. ആ സഹോദരി ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി പ്രസാദിപ്പിച്ച് പാപവും തിന്മയും ഉപേക്ഷിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി ആരാധന നടക്കുമ്പോൾ 2 വർഷമായി ബ്ലീഡിങ്ങിന്റെ അസുഖം നിമിത്തം പ്രയാസപ്പെട്ടിരുന്ന ആ സഹോദരി, 2 വർഷമായി ബ്ലീഡിങ്ങിന്റെ അസുഖം, പല ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാതിരുന്ന ബ്ലീഡിങ്ങിന്റെ അസുഖം ആ രാത്രി ആരാധനയുടെ സമയത്ത് പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു, പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ആ സഹോദരി സന്തോഷത്തോടെ കർത്താവ് ചെയ്ത വലിയ ശക്തിയെ, വലിയ ഇടപെടലിനെ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി വെളിപ്പെടുത്തിയതാണ് ഈ കാര്യം. അന്ന് ആരാധന സമയത്ത് പാപത്തെക്കുറിച്ച്, പാപവഴികളെക്കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഹൃദയപൂർവ്വം, എന്റെ കർത്താവെ, എന്റെ പാപങ്ങളും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞ് യേശു കർത്താവിനെ ഏറ്റുപറയുകയും പാപത്തെ തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ 2 വർഷമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന, 2 വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നിരുന്ന രോഗപീഠ ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കുക, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്, വലിയ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ വ്യക്തി കേട്ട വചനങ്ങൾ, ഹൃദയത്തിൽ സ്പർശിച്ച വചനങ്ങൾ ഹൃദയത്തിൽ നന്നായി ഉൾക്കൊണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് ആവർത്തിച്ച് ഉരുവിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ദൈവവചനത്തിന്റെ ശക്തി ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്ക് വ്യാപരിക്കാൻ ആ സഹോദരി ഇടവരുത്തി. ദൈവമക്കളെ, ഇന്ന് നിങ്ങളും ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. രോഗിയായ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിക്കുമ്പോൾ അവന്റെ രോഗകരമായ കോശങ്ങളിലേക്ക്, നിർജീവമായ കോശങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ, അത്ഭുത രോഗശാന്തികൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് ദൈവവചനത്തിൽ വാഗ്ദാനമുണ്ട്. 107 സങ്കീർത്തനത്തിലെ 20 വാക്യം, അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സുഖപ്പെടുത്തുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. വിനാശങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. വീണ്ടും ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 8 അധ്യായത്തിൽ 16 വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. മത്തായി 8:16, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കിയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയും അവൻ ചുറ്റി സഞ്ചരിച്ചു. അശുദ്ധാത്മാക്കളെ അവൻ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നവന്, വചനം കൊണ്ട് സൗഖ്യം നൽകുന്നവന് യേശുവിനെയാണ് മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 16 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കപ്പറ ഹല്ലേലൂയ. വലിയ സ്വരത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4 അധ്യായം 20 മുതൽ 22 വാക്യങ്ങൾ. എന്റെ മകനെ, നീ എന്റെ വാക്കുകൾക്ക് ചെവി തരിക, എന്റെ മൊഴികൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ തന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. ഏതാനും നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ ആമുഖ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിന്റെ വചനം ജീവനും സൗഖ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുന്നു. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിക്കുക. രോഗികളെല്ലാം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്വരം കേൾക്കുന്ന സ്ഥലങ്ങളിൽ അവരവരായിരിക്കുന്നിടത്ത് തന്നെ ആയിരിക്കുക. കണ്ണടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ഉള്ളിനുള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകിയ വിശ്വാസത്തിന് വരം ഉത്തേജിപ്പിച്ച് ദൈവത്തിന്റെ വചനം ശരീരത്തിന് ഓരോ കോശങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി മനസ്സിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി ആത്മാവിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ രോഗങ്ങൾ വിട്ടുപോകുന്നു. ഈ നിമിഷങ്ങളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നിമിഷങ്ങളിൽ നിരാശകൾ വിട്ടുപോകുന്നു. ഈ നിമിഷങ്ങളിൽ പലതരത്തിലുള്ള ദുർഘടകൾ ദൈവമക്കളിൽ നിന്ന് വിട്ട് ഓടിപ്പോകുന്നു. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവവചനത്തിനോട് ദാഹിച്ച് ഏതാനും നിമിഷങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഓരോരുത്തരും സ്തുതിക്കുന്നു. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വചനശക്തിയാൽ സൗഖ്യം, വചനശക്തിയാൽ വിടുതൽ, വചനശക്തിയാൽ ഭൂതങ്ങളിൽ നിന്നുള്ള മോചനം, വചനശക്തിയാൽ ഭയത്തിൽ നിന്നുള്ള വിടുതൽ, വചനശക്തിയാൽ മാറാ രോഗങ്ങൾ മാറുന്നു, വചനശക്തിയാൽ തീരാത്ത ദുഃഖങ്ങൾ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പോരാ, വിശ്വതയോടെ പ്രാർത്ഥിക്കുന്നു, വചനത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമേ എന്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വരണമേ, വചനമേ എന്റെ ജീവിതത്തിൽ എന്റെ പാദങ്ങൾക്ക് വിളക്കായി എന്റെ ജീവിതത്തിലേക്ക് വരണമേ. എല്ലാവരും വചനദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്റെ മകന് 10 വയസ്സായി. സംസാരിക്കും ഞങ്ങൾക്ക് മാത്രം എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയുണ്ടായിരുന്നുള്ളൂ. പുറമെ ആർക്കും തിരിയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ഒരുവിധം നന്നായിട്ട് സംസാരിക്കുന്നു. എല്ലാം സ്തുതിക്കുകയും അത്ഭുതാവശ്യം വർത്താനം പറയുകയൊക്കെ ചെയ്തു. ഹല്ലേലൂയ. 10 വയസ്സോളം ഈ കുട്ടി വേണ്ടതുപോലെ അക്ഷരമൊന്നും വേണ്ടതുപോലെ പറയാൻ പറ്റാതെ, യേശുവെന്ന് പോലും പറയാൻ പറ്റാതെ, പപ്പാന്ന് പോലും പറയാൻ പറ്റാതെ ഒരു സ്വരം മാത്രമേ വരുന്നുള്ളൂ. ഇവർക്ക് ആ സ്വരം ഏതാണ്ട് ഊഹിച്ച് മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ ഇന്നലെ രാത്രി തൊട്ട് പപ്പാന്നും യേശുവെന്നും ഒക്കെ കർത്താവെന്നും ഒക്കെ പറയണത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ തക്കവിധം സംസാരശക്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. യേശുവെന്ന് സ്തോത്രം എന്നാണ് പറഞ്ഞത്. യേശുവേ അപ്പ എന്ന് പറഞ്ഞു, അമ്മയെന്ന് പറഞ്ഞു, കർത്താവെ എന്ന് പറഞ്ഞു, കർത്താവെ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, അപ്പ, സ്തോത്രം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉരുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 10 മണിക്ക് കഴിഞ്ഞേക്കാൾ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മണിക്കൂറുകൾ കഴിയുന്നതോറും കുട്ടിയുടെ സംസാരശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടുത്ത് നമുക്ക് ഈശോയ്ക്ക് മഹത്വം നൽകാം. നന്നായി കൈകളടുത്ത് ഈശോയെ മഹത്വം നൽകാം. എന്റെ പേര് തോമസ്. അനിക്കാമ്പയുടെ ഇടയിൽ താമസിക്കുന്നു. 5 വർഷമായിട്ട് ഞാൻ ഏത് പള്ളിയിൽ പോയാലും കുർബാന കാണുന്നത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറി ഒന്നിൽ ബെഞ്ചില് അല്ലെങ്കിൽ കസേരയില് ഇരുന്ന് കാണും. കാരണം എനിക്ക് എന്തോ ദുരഭിമാനമൊന്നും എനിക്കറിയത്തില്ല. സെന്ററിൽ വന്ന് നിന്നാ നിൽക്കത്തില്ല. ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു വിഷമം പോലെ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ മാറിയിരിക്കുന്ന. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് ബസ്സൊക്കെ കയറണമെങ്കിൽ 1 കിലോമീറ്ററോളം നടക്കണം. നടന്നു പോരുമ്പോഴേ ഞാൻ തിരിഞ്ഞ് പുറകോട്ട് മുമ്പോട്ട് നോക്കിയിട്ട് ആരും ഇല്ലാത്തടത്ത് വരുമ്പോൾ എന്റെ കാലിന്റെ വേദനയുള്ള ഭാഗം ഞാൻ ഇങ്ങനെ തിരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അഭിനയിച്ച് നടക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്റെ അവസ്ഥ മറ്റാൾ അറിയാതിരുന്നോട്ട് ഞാൻ ഒരു പരിധി വരെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഞാൻ മുട്ടുകുട്ടിയും ജവാനെ എത്തിക്കുമ്പോൾ 5ാമത്തെ രഹസ്യമെങ്കിലും മുട്ടുമേ നിന്ന് സ്വലമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ചൊല്ലുമ്പോൾ മുൻവശത്തൊരു ബെഞ്ചോ എന്തെങ്കിലും വേണം. അതേ പിടിച്ചുകൂടെ നിൽക്കാൻ എനിക്ക് പറ്റൂ. അല്ലെങ്കിൽ ഈ കാലൊരു ആ നരമ്പുകൾക്ക് ഒരു വലിവ് പോലെ, ഒരു വേദന പോലെ. ഇന്ന് കുർബാനയുടെ സമയത്ത് മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ ഇല്ലാതെ ഒന്നിനെ പിടിക്കാതെ തന്നെ അങ്ങനെ മുട്ടുമേ നിന്നപ്പോൾ എനിക്കൊരു അസുഖവും തോന്നിയില്ല.
ഇത് ഞാൻ അത്ഭുതകരമായൊരു സംഭവമായി തന്നെ കാണുകയും അത് ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. മറ്റൊന്ന്, എന്റെ വീട്ടിലുള്ളവരെ 2 ദിവസമായിട്ട് അറിയാതിരിക്കുന്നൊരു സത്യം കൂടെ ഉണ്ട്. ഞാന് ഒരു 25 വർഷമായിട്ട് ചെസ്റ്റിന് രോഗമുള്ള ആളാണ്. അതിന് സ്ഥിരമായിട്ടൊരു ഗുളിക കഴിക്കുന്നുണ്ട്. എന്തോ എനിക്കറിഞ്ഞില്ല, ഇന്നലെ രാവിലെ ആ ഗുളിക കഴിക്കേണ്ടതെന്ന് തോന്നി. ഇന്നും ഞാൻ കഴിച്ചില്ല. എനിക്കിപ്പോൾ യാതൊരു വിഷമവുമില്ല. സാധാരണ ആ ഗുളിക രാവിലെ കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്റെ കണ്ണുകൾക്ക് വരെ വേദന, സന്ധികൾക്കെല്ലാം വേദന, നേരിയ പനി അനുഭവപ്പെടും. എന്തോ എനിക്കറിഞ്ഞൂടാ. തമ്പുരാനെ ആരുടെക്കോട്ടെ, ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെ തമ്പുരാൻ ഇനിയും എനിക്ക് ആ ഗുളിക കഴിക്കാതിരിക്കല്ലേ ആയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വലിയ അനുഭവം സാക്ഷ്യപ്പെടുത്താൻ എനിക്കിടയാതില് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാൻ പാടില്ലെന്ന് ഒരു വചനമുണ്ട്. അതുകൊണ്ട് ആ മനോഭാവമാണ് ഞാൻ ഇതൊന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഞാൻ കടന്നു വരില്ലായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ അത്ഭുതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് എനിക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ കർത്താവിന് നന്ദി പറയുന്നു, സ്തുതി പറയുന്നു, ആരാധിക്കുന്നു. 25 വർഷമായ ആ രോഗപീഠ കർത്താവ് എടുത്തുമാറ്റി 25 വർഷമായി മരുന്ന് കഴിക്കുന്ന അവസ്ഥ ഇന്നലെ കർത്താവ് സുഖപ്പെടുത്തി. ഇന്ന് മരുന്നില്ലാതെയാണ് ഈ പ്രവാചനം നടക്കുന്നത്. അതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഈ മകന്റെ ജീവിതത്തിലെ കാലിന്റെയും കൈയുടെ വേദനകളെയും സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. 2 കരങ്ങൾ ഉയർത്തി ഈ ശേഷിയിൽ എന്റെ പേര് ഷൈന, പുന്നക്കൽ എന്ന് വരുന്നു. ഇന്നലെ ഞാൻ വളരെയധികം സങ്കടത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. കുഞ്ഞേട്ടനെ ഗൾഫിലൊരു ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചപ്പോ രാത്രി തന്നെ കുഞ്ഞേട്ടൻ വിളിച്ചു പറഞ്ഞു, ഒരു ജോലി എനിക്ക് ശരിയായിട്ടുണ്ട്. ഭർത്താവിന് ജോലിയില്ലാതെ ഒത്തിരി കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ അപ്പോഴേക്കപ്പം തന്നെ കർത്താവ് വിദേശത്ത് ഇടപെട്ട് മകളുടെ ഭർത്താവിന് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. നന്നായിട്ട് അനുഗ്രഹിച്ചു.